ഒരു വല്ലാത്തൊരു ഷോക്കാണ് ഇപ്പോൾ ശരിക്കും ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. എന്താവണം, നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഞാനൊരു ചേഞ്ചസൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുക്കും എന്നും പറഞ്ഞാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നൊക്കെ ഇയാൾ മാറിപ്പോയത്. അപ്പം നിങ്ങളോടുള്ളൊരു റിവെഞ്ച് അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ച് ഇതാക്കാൻ വേണ്ടിയൊക്കെ നല്ല രീതിയിലാവണം എന്നൊക്കെ അയാൾ ആഗ്രഹിച്ച് അതൊക്കെ കംപ്ലീറ്റ്ലി തകർന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും തകർന്നും ഉള്ളൊരവസ്ഥയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വഴിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ കാണുന്നുണ്ട്. വെച്ചാൽ അയാൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ അത് മറയ്ക്കുകയാണ്, ഒരുപാട് മറച്ച് വെക്കുന്നുണ്ട് അയാൾ, മറ്റുള്ളവർക്ക് മനസ്സിലാവരുത്. പക്ഷേ അയാളുടെ ഉള്ളിൽ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഒരുപാട് പ്രോബ്ലംസാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അത് ഫിനാൻസോ അതല്ലെങ്കിൽ അത് ഒരു ഫീൽഡിൽ മാത്രമല്ല, അയാളുടെ ജീവിതത്തിലെ ഏതൊക്കെ ഇതിൽ കൂടെ അയാൾ പോകുന്നു അവിടെ എല്ലാം അയാൾക്ക് ട്രബിളാണ്. അതെല്ലാം അത്രയ്ക്ക് എന്തോ വലിയൊരു കാര്യം അയാളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ ശരിക്കും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് ചിലപ്പോൾ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ വീട്ടിൽ അയാൾ പോയിട്ടുണ്ടെങ്കിലും അയാൾക്കൊരു കണക്ഷൻ നിങ്ങളോട് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. വഴക്കിട്ട് പോയി ഞാൻ വിളിക്കില്ല, നിങ്ങളെ കാണിക്കാൻ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഞാൻ കാണിക്കും എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സോഫ്റ്റ് കോർണർ എവിടേക്കോ നിങ്ങളോടുണ്ട്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസും ഇത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിതത്തിൽ തകർന്നു പോകുന്ന രീതിയിലൊക്കെ ഒരുപാട് ടൈമിലൂടെയാണ് അയാൾ പോയിട്ടുള്ളത്. എങ്കിലും അയാളുടെ മനസ്സിൽ എപ്പോഴൊക്കെയോ നിങ്ങളായിട്ടുള്ളൊരു കണക്ഷനെ പറ്റി അയാൾ ഓർക്കാറുണ്ട്. അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ ഒരു ആശ്വാസം കിട്ടുന്നത് ആ ഒരു കാര്യം, നിങ്ങൾ തമ്മിലുള്ള പഴയ കാര്യങ്ങളും അതൊക്കെ ഓർക്കുമ്പോഴാണ്. അപ്പോൾ അയാൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അയാൾ ഒരുപാട്, അതായത് ആ ഒരു ബോണ്ടിനെ അയാൾ വളരെ സ്പെഷ്യലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അയാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയോ ഓപ്പണായിട്ട് സംസാരിക്കുകയോ ഒന്നും അയാൾക്ക് പറ്റില്ല. പക്ഷേ അയാൾക്ക് എന്തോ അത് മേ ബി ഒരു സോൾ കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ പാസ്റ്റിലുള്ള സോൾ കണക്ഷനൊക്കെ കൊണ്ടായിരിക്കാം എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും എത്രയൊക്കെ ഇതുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വലിച്ചിൽ നിങ്ങളോട് അയാൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് അയാൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ആ ഒരു സോഫ്റ്റ് കോൺട്രാക്ടൊക്കെ എപ്പോഴും ഉള്ളിലുണ്ട്. അപ്പോൾ ഏത് പ്രോബ്ലംസ് വന്നാലും അയാൾ നിങ്ങളെപ്പറ്റി ആലോചിക്കാറും ചിന്തിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ലൈഫിൽ നിങ്ങളോട് ഡയറക്റ്റ്ലി പറയാനോ അത് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാനൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ നേരത്തെ ഉണ്ടായുള്ള പ്രോബ്ലംസ് കൊണ്ടായിരിക്കും അയാൾക്ക് അത്ര ഓപ്പണായിട്ട് സംസാരിക്കാനൊന്നും നിങ്ങളോട് പറ്റുന്നില്ല. പക്ഷേ അയാൾ അംഗീകരിക്കുന്ന കാര്യമാണ് അയാൾക്ക് നിങ്ങളോട് എന്തോ ഒരു ബന്ധമുണ്ട്. നോർമൽ ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള ബന്ധമല്ല, അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് അയാളുടെ മൈൻഡിലും അയാളുടെ സോളിലും അയാൾക്ക് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു